കോൺഗ്രസ് പാർട്ടിയിലെ ഒരു വാ പോയ കോടാലി തന്നെയാണ് സുധാകരൻ. ശ്രീനിവാസൻ ഒരു സിനിമയിൽ പറയുന്നത് പോലെ അത് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയുന്ന കാര്യവുമാണ്. ആരോടും എന്തും പറയാമെന്നുള്ള ധാർഷ്ട്യം മാത്രമാണ് കെ സുധാകരന് കൈമുതലായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മന്ത്രി എ കെ ബാലനെതിരെ വളരെ രൂക്ഷമായ ഭാഷയിൽ സുധാകരൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിണറായി വിജയന്റെ അടിമ എന്നൊക്കെയാണ് സുധാകരൻ പറഞ്ഞത്. ഒരു അടിസ്ഥാനവുമില്ലാത്ത സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ പോലും ഇത്തരത്തിൽ മ്ലേച്ഛമായ രീതിയിൽ വിമർശിക്കാനുള്ള തൊലിക്കെട്ടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ രാഷ്ട്രീയ ഗുണ്ടയ്ക്ക് മാത്രമേ ഉള്ളൂ എന്നതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം. സുധാകരൻ തനിക്കെതിരെ പറഞ്ഞ കാര്യങ്ങളോട് മറുപടിയുമായി എ കെ ബാലൻ രംഗത്ത് വന്നിട്ടുണ്ട്. തന്നെ കുരയ്ക്കുന്ന പട്ടിയുമായി ഉപമിച്ച സുധാകരനോട് അതേ നാണയത്തിൽ തന്നെയാണ് എ കെ ബാലൻ പ്രതികരിച്ചതും. താൻ പാർട്ടിയുടെ കുരയ്ക്കുന്ന പട്ടി തന്നെയാണെന്നാണ് മുതിർന്ന CPM നേതാവ് എ കെ ബാലൻ പറഞ്ഞത്. ഈ പ്രയോഗം ഒരിക്കൽ സ്റ്റീഫൻ ജ്യോതിർമയി ബസുവിനെതിരെ പറഞ്ഞതാണ്. അപ്പോൾ താൻ കുരയ്ക്കുന്ന പട്ടിയാണെന്നും എന്നാൽ തന്നെ പോലെ വാലാട്ടുന്ന പട്ടി അല്ലെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അക്കാര്യം താൻ ഓർമ്മിപ്പിക്കുകയാണെന്നും ബാലൻ പറയുന്നുണ്ട്. KPCC അധ്യക്ഷന്റെ തല പൊട്ടാൻ വേണ്ടി കൂടോത്രം നടത്തിയ കോൺഗ്രസുകാർ ഇപ്പോഴും ജീവിച്ചിരിപ്പില്ലേ? അതിന് ഇത്ര ശക്തിയുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അന്നത്തെ രംഗം കണ്ട ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ട്. അത് വിവാദമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സുധാകരൻ സ്വകാര്യമായി ചോദിച്ചാൽ മാത്രം പറഞ്ഞു തരാമെന്നും ബാലൻ പറയുകയുണ്ടായി. മാത്രമല്ല, സുധാകരനെ ബ്രണ്ണൻ കോളേജിൽ പാന്റ് ഊരിച്ച് നടത്തിച്ചു എന്ന എ കെ ബാലന്റെ പോസ്റ്റിന് നേരെ സുധാകരൻ രംഗത്തെത്തിയിരുന്നു. പാലക്കാട് മുനിസിപ്പാലിറ്റിയെ നശിപ്പിച്ചത് കോൺഗ്രസും BJPയുമാണ്. പരസ്പരം ആലോചിച്ച് നടത്തുന്ന ഗൂഢാലോചനയാണിത്. BJPയുടെ 12,000 വോട്ട് വാങ്ങിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയതുപോലും. വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചു വിടുന്നതിനുള്ള ഗൂഢാലോചനയുണ്ടെന്നും ബാലൻ പറയുന്നു. ഈ വടി കൊടുത്ത് അടി വാങ്ങുമോ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. മിണ്ടാതിരുന്ന മനുഷ്യന്റെ വായിൽ കോലിട്ട് കുത്തി കടി വാങ്ങിക്കേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നു സുധാകർജി. എന്തൊക്കെ പറഞ്ഞാലും കൊടുക്കുന്നതിനുള്ള പടികൾ അപ്പപ്പോ തന്നെ കിട്ടുന്നത് കൊണ്ട് കുഴപ്പമില്ല. കുറച്ചു കാലം വലിയ അനക്കമൊന്നുമില്ലാതെ മൂപ്പര് ഇരിക്കുകയായിരുന്നു. പാർട്ടിക്കകത്തുള്ള തമ്മിൽ തല്ലുകൾ കുറച്ചൊക്കെ കുറഞ്ഞപ്പോൾ മൂപ്പര് കുറച്ച് നന്നായി എന്നാണ് കരുതിയത്. എന്നാൽ ഒരു മാറ്റവുമില്ല എന്ന് വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സുധാകർജി. തെരുവ് ഗുണ്ടകളുടെ വെറും ജൽപ്പനങ്ങളുമായി ആയി മാത്രമേ സുധാകരന്റെ വാക്കുകൾ സാധാരണ ജനങ്ങൾ കാണുന്നുള്ളൂ എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം.